ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അംഗോള പ്രസിഡന്റ് ജോവോ ലൊറെൻകോയുടെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചു. അംഗോളയിലെ കാറ്റോഗ ലുവൈൽ ഖനികളിൽ ഓഹരികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ കരാർ. ആദ്യ ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ മേഖലകളിലെ സഹകരണമാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തേത് തന്ത്രപരമായ സാമ്പത്തിക സംരംഭങ്ങളിലെ സഹകരണത്തിനുള്ള അവസരങ്ങളും പര്യവേക്ഷണം ചെയ്യുന്നതാണ്. ഒമാൻ സർക്കാരിനു വേണ്ടി ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൽ സലാം ബിൻ മുഹമ്മദ് അൽ മുർഷിദിയാണ് കരാറിലും ധാരണാപത്രത്തിലും ഒപ്പുവെച്ചത്. ഇന്ധനങ്ങളുടെ വിശ്വാസ്യതയും കൃത്യതയും ഉറപ്പാക്കാനായി മൊബൈൽ ലബോറട്ടറി പരിശോധനയ്ക്ക് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തുടക്കം കുറിച്ചു. ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഇന്ധനത്തിന്റെ അളവും ഗുണനിലവാരവും അളക്കുന്നതിന് മസ്കറ്റ്, ദോഫാർ, വടക്കൻ ബാത്തിന എന്നീ 3 ഗവർണറേറ്റുകളിലാണ് ആദ്യ സേവനം ലഭ്യമാക്കുക. മൊബൈൽ ലാബ് സേവനം ഒമാനിൽ ആദ്യത്തേതും GCCയിൽ രണ്ടാമത്തേതുമാണെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ സ്റ്റാൻഡേർഡ് ആൻഡ് മെട്രോളജി ഡയറക്ടർ ജനറൽ ഇമാദ് ഖമീസ് അൽ ഷുക്കൈലി അറിയിച്ചു. പരാതികൾ കുറയ്ക്കുക, കൃത്രിമം തടയുക, ഉപഭോക്താക്കൾക്ക് കൃത്യമായ അളവ് ഉറപ്പാക്കുക, ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുക, ഇന്ധന സ്റ്റേഷനുകളുടെ നിയന്ത്രണത്തിൽ ആത്മവിശ്വാസം വളർത്തുക എന്നിവയാണ് മൊബൈൽ ലാബ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ധന സ്റ്റേഷൻ ഉടമകൾ പ്രാദേശികവും അന്തർദേശീയവുമായ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അതുവഴി ഇന്ധനത്തിന്റെ അളവിലും തരത്തിലുമുള്ള ചട്ടങ്ങൾ പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട പിഴകൾ ഒഴിവാക്കാനും മൊബൈൽ ലാബുകൾ സഹായിക്കുമെന്നും ഷുക്കൈലി കൂട്ടിച്ചേർത്തു. M91, M95, M98 തുടങ്ങിയ ഇന്ധനങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മൊബൈൽ ലാബുകളിൽ നൂതന ഉപകരണങ്ങൾ സജ്ജീകരിക്കുമെന്നും ഷുക്കൈലി കൂട്ടിച്ചേർത്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ പദ്ധതിയുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ രംഗത്ത്. അലഞ്ഞുതിരിയുന്ന മൃഗങ്ങൾക്ക് മികച്ച സംരക്ഷണം നൽകുന്ന പദ്ധതിക്ക് റിഫിക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മൃഗങ്ങളുടെ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര പരിപാടികളാണ് മുനിസിപ്പാലിറ്റി നടത്താൻ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ ജൈവവൈവിധ്യവും പൊതുജന ആരോഗ്യവും സംരക്ഷിക്കുകയും പദ്ധതിയുടെ ഭാഗമാണ്. അഴിച്ചുവിട്ടിരിക്കുന്ന പൂച്ച, നായ്, മറ്റ് മൃഗങ്ങൾ എന്നിവയുടെ പുനരധിവാസമാണ് റിഫിക് സേവനം ഉപയോഗപ്പെടുത്തുക. അവയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതും പദ്ധതിയിലൂടെയാണ്. അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ മൂലം ഉടലെടുക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും പൊതുജന സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുകയും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുകയും മറ്റൊരു ലക്ഷ്യമാണ്. പൊതുജനങ്ങൾക്ക് അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെപ്പറ്റി അധികൃതരെ അറിയിക്കാനും ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് ഇത്തരം മൃഗങ്ങളെ മാറ്റുവാനും പദ്ധതി സഹായകമാകും. മൃഗങ്ങളെക്കുറിച്ച് കാര്യക്ഷമമായ രീതിയിൽ ബോധവൽക്കരണവും നടത്തും. മൃഗങ്ങളുടെ പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുന്നതിലൂടെ ഇവയുടെ പെറ്റുപെരുകൾ കുറയ്ക്കാനും പദ്ധതി സഹായകമാകും. മൃഗങ്ങളിൽ നിന്നും പകരുന്ന രോഗങ്ങൾ തടയാൻ വാക്സിനേഷനും മൃഗസംരക്ഷണവും പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. അലഞ്ഞുതിരിയുന്ന മൃഗങ്ങൾക്ക് ചികിത്സ അടക്കമുള്ളവ നൽകി സംരക്ഷണവും നൽകും. അതേസമയം പൊതുജനങ്ങൾ പദ്ധതിയുമായി സഹകരിക്കണമെന്നും മൃഗങ്ങളെക്കുറിച്ച് അറിയിക്കുകയും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ പരിസ്ഥിതി രൂപപ്പെടുത്തുന്നതിൽ അധികൃതരുമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമായി ഒരുങ്ങുന്ന പ്രഥമ പുഷ്പമേളയിൽ ഭരണാധികാരികളുടെ പേരുകളുള്ള റോസാപ്പൂക്കളും സന്ദർശകരുടെ മനം കവരും. വിട പറഞ്ഞ സുൽത്താൻ ഖാബൂസ്, സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്, സുൽത്താന്റെ ഭാര്യ അസയ്യിദ അഹദ് അബ്ദുള്ള ഹമദ് അൽ ബുസൈദി എന്നിവരുടെ പേരിലുള്ള റോസാപ്പൂക്കളാണ് മേളയുടെ പ്രധാന ആകർഷണമാകാനായി ഒരുങ്ങുന്നത്. മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ ലോകമെമ്പാടുമുള്ള 10 ലക്ഷത്തിലധികം പൂക്കളാണ് മനോഹരമായ കാഴ്ചയൊരുക്കുക. ഫ്രാൻസ്, നെതർലാൻഡ്സ്, USA എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രശസ്തരായ ഫ്ലോറൽ ഡിസൈനർമാരുടെ കലാരൂപങ്ങളും അവതരിപ്പിക്കും. സിംഗപ്പൂർ, തായ്ലാന്റ്, ചൈന, USA എന്നിവിടങ്ങളിലുള്ള അന്താരാഷ്ട്ര ടീമാണ് ഫ്ലവർ നഗരി രൂപകൽപ്പന ചെയ്യുന്നത്. അതേസമയം ലോകമെമ്പാടുമുള്ള പുഷ്പവിസ്മയങ്ങളുടെ അവിസ്മരണീയമായ കാഴ്ചയായിരിക്കും മേളയെന്ന് ലോകമെമ്പാടുമുള്ള പുഷ്പ ഡിസൈനിങ്ങിലെ പ്രമുഖനായ സാം ലഹനി കൂട്ടിച്ചേർത്തു.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.